ഭർത്താവ് വെടിയെന്ന് വിളിക്കും പോലെ ഒരു അനുഭവം. അന്ന് അതെനിക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതങ്ങനെ ഒരു പാവം മനുഷ്യനാണ്, വളരെ നല്ലൊരുത്തനാ. ദാമ്പത്യം ശരിയായോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. ചുംബന സമരം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ 2 പുസ്തകങ്ങൾ എന്നെ ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീയെ എന്ന പുസ്തകവും ചുംബന ശബ്ദ താരാവലിയാണ്. തൂക്കിയിട്ട ചുക്കാമണി മഹാത്മ്യത്താൽ ഈ ഭൂലോകം മുഴുവൻ ഭരിക്കാമെന്ന നാട്യമുള്ള ആണുങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും എൻ്റെ വാക്കുകൾ വേറിട്ട് നിൽക്കുന്ന പോലെയല്ല എനിക്ക് തോന്നാം, ഈ മുഴുമുഴാന്നാന്ന് തോന്നാം. അപ്പൊ അതിനൊരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സീനുകളിലൊക്കെ എൻ്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും അയാൾ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു ഡോറ് തുറന്ന് നിങ്ങൾ ഓടിയിരുന്നെങ്കിൽ. ഞാൻ LKG UKG മറ്റോ ആണ്. എൻ്റെ കഥ എൻ്റെ ആണുങ്ങളിലും എടുത്തു നോക്കിയാൽ അതിനകത്ത് സോളിറ്ററി സെക്സ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ചെറുപ്പം മുതൽ എനിക്ക് ഭയമില്ല. സാധാരണ കുട്ടികൾ പേടിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെ എനിക്ക് ഭയമേ ഇല്ല. ഭയം ബുദ്ധിയുടെ ലക്ഷണമാണ്. ഈ ധൈര്യവും സാഹസികതയൊക്കെ മണ്ടന്മാർക്കുള്ളതാണ്. എഴുത്തുകാരി ഇന്ദു മേനോനാണ് നമുക്കൊപ്പോൾ. ഹായ് ഇന്ദു. ഇന്ദുവിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ആ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുക. ഈ പെണ്ണിന്റെ രതികാമനകളെ കുറിച്ച് എഴുതുമ്പോൾ ചീത്തപ്പേര് വരും. ഈ ചീത്തപ്പേര് മറികടന്നും ഇന്ദു അത് ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് എഴുത്തിനെ കാണുന്നത് കൊണ്ടാണ്. എഴുത്തുകാരി എന്ന നിലയിലുള്ള എന്നെ ഒരു സ്ഥലത്ത് വെക്കും. എനിക്ക് 2 ഭാഗമുള്ളത്. ഒന്ന് വളരെ സാധാരണയായിട്ട് നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന, നാട്ടുകാരെ പേടിക്കുന്ന, ചീത്തപ്പേര്, കുറ്റപ്പേര്, പേര് ദോഷം ഇതിനെയൊക്കെ ഭയങ്കരമായി ഭയപ്പെടുന്ന, കുറച്ചുകൂടി മുടിയൊക്കെ നീട്ടി വളർത്തി ഭയങ്കര കണ്ട ഒന്നും വിചാരിക്കുക എന്തൊരു നാട്ടുമ്പുറം വിചാരിക്കുന്ന ഒരു ജീവി. ആ നാട്ടിലുള്ള എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മാമ്മമാർക്കും ഒക്കെ വലിയ ലവുള്ള സ്നേഹമുള്ള, മറ്റേ ഭ്രാന്ത് പിടിച്ച വേറൊരു ജീവിതം. എന്നെ അറിയുന്ന ആളുകൾ ഒരിക്കലും എൻ്റെ കഥകളോ എഴുത്തുകളോ വായിക്കുന്നില്ല. സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ അവർ വായിച്ചാൽ തന്നെ പറയും, അയ്യേ ഇത് നമ്മുടെ കുട്ടി എഴുതിയതല്ല, അത് ആരോ എഴുതിയിട്ട് അവളുടെ പേരിൽ കൊടുത്താണോ പറയും. ഇനിയിപ്പോൾ അതല്ല, മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എഴുതിയ സാധനം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ നീയാണോ എഴുതിയത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ കാണുന്ന കാഴ്ചയിലുള്ള ഒരാളും എഴുതുന്ന ആളും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവർ ഏതോ പ്രായമുള്ള ഒരു അമ്മമ്മേനൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു എഴുത്തുകാരി എന്നുള്ള ഒരു സ്പേസ് വേറെയും വ്യക്തി എന്നുള്ള സ്പേസ് വേറെയും എനിക്ക് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം തടി കഴിച്ചിലായി പോയതാണ്. രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇന്ദുവിന് ഇതൊരു ആസ്വാദനമാണ്. എഴുതി പോകുമ്പോൾ കിട്ടുന്ന ഒരു ഹർഷമുണ്ട്. അത് വാക്കുകളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മുടെ മനസ്സിനെ നമുക്ക് അഴിച്ചുവിടാനും നമ്മൾ വിരാജിക്കാത്ത ഇടങ്ങളിൽ പോയിട്ട് വിരാജിക്കാനും ഒക്കെ ഉള്ളൊരു അവസ്ഥയുണ്ട്. ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു രസം അനുഭവിക്കുന്നുണ്ട്. ആ ഹർഷത്തെ ശരിക്കും എന്ത് വാക്കുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ആ ഒരു സന്തോഷത്തെ ഇന്ദു നോക്കിക്കാണുന്നത്? ഒരു വട്ടെന്നാണ്. ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന മലയാളി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫ് പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതി പോലെയാണ്. കാരണം പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, പ്രതിബന്ധങ്ങൾ, മോളിന്നും അമർത്ത, അടിയിൽ നിന്ന് തീയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ്. ഏത് സമയമാണ് അവൾ പൊട്ടിത്തെറിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ദ മസ്റ്റ് ബി എ വാൽവ് അല്ലേ, ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു വാൽവില്ലേ, അതുപോലെയാണ് എഴുത്ത്. പല സമയങ്ങളിലും നമുക്കൊരിക്കലും ആകാൻ പറ്റാത്ത, നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒക്കെ നമ്മുടെ എഴുത്തിൻ്റെ ലോകത്ത് കയറി വരാറുണ്ട്. നമ്മൾ ഇവിടെ സപ്രസ് ചെയ്ത് വെക്കുന്നതൊക്കെ അവിടെ ബേസ്റ്റ് ഔട്ട് ചെയ്യും. ഒരു സ്ഫോടനമാണെന്ന് ഞാൻ പറയാം, വിസ്ഫോടനം എന്ന് പറയാം. ആ വിസ്ഫോടനം സംഭവിച്ചു കഴിയുമ്പോൾ എന്താ വെച്ചാൽ ചോക്ലേറ്റും മാവൊക്കെ ഒഴുക്കുന്നുണ്ടോ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ? മനസ്സിലായോ? അതുപോലെയാ എഴുത്തിൻ്റെ ഒരു ഇതും അതാണ്. എഴുത്തിൻ്റെ ഒരു ലാവ വരും നമുക്ക്. ആ ഒരു ലാവ നമുക്ക് ഇപ്പം ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ല, ഈ കൊഴുകുഴാന്നുള്ള ചോക്ലേറ്റ് ഇങ്ങനെ കൊഴുകുഴാന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലത്തെ ഒരു ഫീലാണ്. എപ്പോഴും എൻ്റെ വാക്കുകൾ വേറിട്ട് നിൽക്കുന്ന പോലെയല്ല എനിക്ക് തോന്നാം, ഈ മുഴുമുഴാന്നാന്ന് തോന്നാം. അപ്പം അതിനൊരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ ഇതില്ലേ നമ്മൾ ബബിൾസ് ഒക്കെ കുത്തിപ്പൊട്ടിക്കുമ്പോണ്ടാവില്ല ഒരു ആഹ്ലാദം പോലൊരു സാധനം. ഈ ഇന്ദു ഒരു വശത്ത് ഈ എല്ലാവരെയും പേടിക്കുന്ന ഒരാളാവുന്നത് പോലെ പേടിയൊന്നുമില്ല. എനിക്ക് പേടിയേ ഇല്ല. ചെറുപ്പം മുതൽ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ പേടിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെ എനിക്ക് ഭയമേ ഇല്ല. അച്ഛൻ ഒരു ദളിത് കോളനിയുടെ ഭൂതാൻ ഗ്രാമത്തിനടുത്താണ്, അതിനുള്ളിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യർ മരിക്കുമ്പോൾ അതിൻ്റെ മൂലയിൽ തന്നെയാണ് കുഴിച്ചിരുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത സമയത്ത് നമ്മുടെ ഒരാൾ മരിച്ചു പോയ ഒരാൾ ആ കുഴീൻ്റെ അടിയിൽ, അപ്പോൾ അയാളോട് നമ്മൾ സംസാരിക്കും. പിന്നെ
പൂക്കൾ ഏറ്റവും അധികം കിട്ടുക ഈ ശവക്കോട്ടകളിലാണ്. കാട്ടുപഴങ്ങൾ, മാങ്ങ ഇവിടുത്തെ ഒന്നും ആരും പറക്കില്ല. നമ്മൾ പോലുള്ള ചില പ്രാന്തന്മാരെ പറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളെ ഭയമില്ല. മൃഗങ്ങളെ അശേഷം ഭയമില്ല. പാമ്പിനെ ഒരു ഭയവുമില്ല. പാമ്പിനെയൊക്കെ കണ്ട് അങ്ങനെ പിടിക്കും, ഇങ്ങനെ അടിക്കും, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഭയമില്ലാത്തത് നല്ലതല്ല. ഭയം ബുദ്ധിയുടെ ലക്ഷണമാണ്. ഈ ധൈര്യവും സാഹസികതയൊക്കെ മണ്ടന്മാർക്കുള്ളതാണ്. ബുദ്ധിയുള്ളവൻ ആലോചിക്കും, ഞാൻ ഈ പാമ്പിനെ പോയി തൊള്ളാക്കി പിടിച്ചാൽ എന്ത് സംഭവിക്കും, അത് കടിക്കും. അതെനിക്കില്ലായിരുന്നു. പച്ചിലപ്പാമ്പില്ലേ, എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ പച്ചിലപ്പാമ്പിനെ തലയിൽ ഇങ്ങനെ കെട്ടിയാൽ ഒരു 3 മണിക്കൂർ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്നേക്കുമായി തലവേദന പോവുമെന്നൊരു അന്ധവിശ്വാസം എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ആശാരി മാമ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു പച്ചിലപ്പാമ്പിനെ പിടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഒരു ഡിസ്കോ ഡബർ ഉണ്ട്, അതിങ്ങനെയുള്ള അതിൻ്റെ വായുടെ അവിടെ അങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഒരു 4 മണിക്ക് അങ്ങ് കിടന്നുറങ്ങി. എൻ്റെ അമ്മ വന്ന് നോക്കുമ്പോൾ ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ നെറ്റിയിൽ വീണ് കിടക്കുന്നുണ്ട്. അമ്മ അത് കാര്യമാക്കിയില്ല. 8 മണിയായിട്ട് അച്ഛൻ വന്ന് അച്ഛൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പാമ്പ്, അതിന് ചത്തിട്ടില്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഇത് ഒരു അനാവശ്യ ധൈര്യം എനിക്കുണ്ട്. എനിക്ക് അത്ര ധൈര്യം വേണ്ട. ഭയം നല്ലതാണ്, ഭയം നല്ലതാണ്. ധൈര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുന്ന ചില വാചകങ്ങളിൽ അത്രയും ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. തൂക്കിയിട്ട ചുക്കാമണി മഹാത്മ്യത്താൽ ഈ ഭൂലോകം മുഴുവൻ ഭരിക്കാമെന്നുള്ള നാട്യമുള്ള ആണുങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ എങ്ങനെ ഇതിനെയൊക്കെ നേരിടണമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യ സ്ത്രീ ഉള്ളിലുണ്ട്. ആ മനുഷ്യ സ്ത്രീ ഇതുപോയി എഴുതുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ഒരു തരത്തിലും നിങ്ങൾക്ക് പേടിയില്ല? ഇല്ല, അത് ഞാനാണ് എഴുതുന്നത് അവരാരും വിശ്വസിക്കുന്നില്ല. എന്നെ കണ്ടാലേ അയ്യോ ഇതവിടെ എഴുതും, അത് ആ പത്രക്കാരൻ എഴുതി ചേർത്തായിരിക്കും. അപ്പം ഞാൻ പറയും അതങ്ങനെ എഴുതി കണ്ട ഇതന്നെയാണ് പറയുന്നത്, ഭയങ്കര എഡിറ്റിംഗ് ആണ്, ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കും. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ, സാധാരണ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ, ഓർക്ക് പിന്നെ സാഹിത്യത്തിൻ്റെ വലിയ അസുഖമൊന്നുമില്ല, അതുകൊണ്ട് വായിക്കില്ല. പിന്നെ അധികം വായിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ചെന്ന് പെടാതിരുന്നാൽ മതി. നന്നായി വായിക്കുന്നവരും എനിക്ക് പ്രശ്നമല്ല, ഒന്നും വായിക്കാത്തവരും എനിക്ക് പ്രശ്നമല്ല. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ചില ആൾക്കാരാണ് എനിക്ക് പ്രശ്നം. ഓരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഒഫൻഡഡ് ആവും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും നേരിട്ടൊന്നും അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് തെറി വിളിക്കാൻ, ആളുകളെ തെറി വിളിക്കാൻ, അതൊന്നും എനിക്ക് ചീത്തയൊക്കെ പറയും. പക്ഷെ എനിക്ക് തെറിപ്പാങ്ങളൊന്നും അങ്ങനെയൊന്നും എനിക്കത്. പക്ഷെ മറ്റേ ആൾക്ക് പറ്റും, ആ എഴുത്തുകാരന് എഴുതാൻ എന്തും പറ്റും. എഴുതുമ്പോൾ ഞാൻ ഒന്നിനെ പറ്റിയും ആലോചിക്കുന്നില്ല. കാരണം എഴുതുമ്പോൾ ശരിക്കും ഇന്ന് ഇന്ത്യയിൽ എഴുതുമ്പം ഭയം നമ്മുടെ കൈക്കും കഴുത്തിനും പിടിക്കുന്നുണ്ട്. നിനക്ക് എഴുത്ത് വേണോ കഴുത്ത് വേണോ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഉള്ള എഴുത്ത് മതി എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എഴുത്ത് മുറിയിൽ ഏറ്റവും സ്വതന്ത്രയായ ജീവിയാണ്. എനിക്കൊന്നിനെയും ഭയമില്ല. അതെന്ത് പ്രത്യയശാസ്ത്രത്തിനെയും ഭയമില്ല, ഏത് വലതുപക്ഷ യുക്തിയെയും ഭയമില്ല, ഏത് എക്സ്ട്രീമിസത്തെയും എനിക്ക് പ്രശ്നമല്ല, ഏത് വ്രണപ്പെടാൻ കാത്തു നിൽക്കുന്ന ഏത് മതശരീരവും എനിക്ക് വിഷയമല്ല. ഒരു പക്ഷേ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനിത് വേണോ എത്ര എഡിറ്റർമാർ ഈ പാരഗ്രാഫ് കളയട്ടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കളഞ്ഞോളൂ, എനിക്ക് അങ്ങനത്തെ നിർബന്ധമില്ല. അങ്ങനെ എന്നെ സംബന്ധിച്ച് എഴുതുക എന്നുള്ളതാണ് പ്രധാനം. എഴുതുക എഴുത്തിൻ്റെ ആനന്ദം ഉണ്ടാകുക, അതാണ് പ്രാഥമികമായിട്ടുള്ള സംഗതി. പക്ഷേ ഈ ഭയക്കാത്ത ഒരു ആള് തന്നെ 5 വയസ്സിലുണ്ടായ ഒരു ചൂഷണത്തെ അമ്മയോട് പോലും പറയാൻ കഴിയാത്തൊരു ഹിന്ദു ഉണ്ട്. ഒരുപക്ഷെ ആ ഹിന്ദു ആയിരിക്കുമോ ഈ എഴുതി തീർക്കുന്നത്? എൻ്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് 36 വയസ്സാണ്. എനിക്ക് അമ്മയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ കഥ എൻ്റെ ആണുങ്ങളിലും എടുത്ത് നോക്കിയാൽ അതിനകത്ത് സോളിറ്ററി സെക്സ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾ ലിബിഡോയെ നേരിടുന്നത് എനിക്കറിയില്ല. അത് നമുക്ക് പല വഴികളുണ്ട്, നമുക്ക് സ്വതന്ത്രമായി നടക്കാം, ഇഷ്ടമുള്ളിടത്ത് പോവാം. പക്ഷെ അങ്ങനെയൊന്നും പിന്നെ എഴുത്തിൽ എന്ത് വേണമെങ്കിലും എഴുതാമെങ്കിലും ജീവിതത്തിൽ അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, നീ ഇത് നിൻ്റെ അമ്മയോടാണോ പറയുക? ഞാൻ എൻ്റെ അമ്മയോടാണ് പറയുക. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ടാണ് അമ്മ അത് ഹേർട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഊമക്കത്ത് വരുമായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂവിന് പുറമെ ഞാനിനി പുതിയൊരു സാധനം വെക്കുമ്പോൾ അതെനിക്ക് ശരിക്കും അതെനിക്ക് അമ്മയോട് പറയാനേ അമ്മയ്ക്ക് അറിയില്ല. പിന്നീട് എൻ്റെ സൗഹൃദ വലയങ്ങളിലുണ്ടായിട്ടുള്ള ഒരുപാട് പുതിയ മനുഷ്യർ അവരെനിക്ക് പകർന്നു തന്ന ബിന്ദു, അല്ലെങ്കിൽ വേണുവേട്ടൻ, എൻ്റെ അനിയത്തി, അവളാണ് ശരിക്കും ഇപ്പം എൻ്റെ അമ്മ ആയി മാറിയത്. അമ്മുകുട്ടി, അവളെയാണ് എനിക്ക് പേടിയുള്ളൂ. അയ്യോ അവളെനിക്ക് പേടിയാണ്.
അമ്മ വരുമ്പോൾ ഞാൻ ടോയ്ലറ്റ് അടിച്ച് കഴുകണം. അപ്പം എന്നോട് ഒരാൾ ചോദിക്കും, എന്താ നിങ്ങൾ രാത്രി 2 മണി, നാളെ അമ്മ വരും. അയ്യോ വന്നാൽ നമ്മൾക്ക് എൻ്റെ അമ്മേനേക്കാളും വലിയ ടെററാണ് എൻ്റെ അമ്മയും അച്ഛനും ആയവൾ അവളാണ്. ഇടയ്ക്ക് ആര് വരുന്നു, ലക്ഷ്മി എന്നാണ് പേര് അമ്മൂട്ടീൻ്റെ, ആര് വരുന്നു, വടലക്ഷ്മി വരുന്നു പറയും. മനസ്സിലായില്ലേ? അവളോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. കുറച്ചുകൂടി മുതിർന്നപ്പം, 40കളിലേക്ക് എത്തിയപ്പം, പിന്നെ എൻ്റെ കഥ എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ മുഴുവൻ എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ധൈര്യമുണ്ട്. ആളുകൾ വഴക്ക് പിടിക്കാൻ വരികയാണെങ്കിൽ എത്ര വരും എന്നുള്ളത്. ശരിക്കും നമ്മൾ ബന്ധുക്കളെ വെച്ച് നെവർ ജഡ്ജ് എ പേഴ്സൺ വിത്ത് ദയർ റിലേറ്റീവ്സ് എന്നാണ്. ബന്ധുക്കളെ വെച്ച് നമ്മൾ ഒരാളെയും അളക്കരുത് എന്നാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതിചേർക്കപ്പെടുക അവരുടെ ഭാര്യ, കുട്ടികൾ. അതും എനിക്കൊരു വലിയ പ്രശ്നമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ഭർത്താവാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ചേട്ടന്മാരുടെ അച്ഛനാണ്. ഇപ്പോഴും ഞാൻ ഒന്നിലും പിന്നെ ഒരാളുടെയും പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല, വലിയ അടയാളങ്ങളെ ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ ആ അനുഭവത്തിൽ കുതിരി മാറുന്ന പത്തായപ്പുരയിലൊക്കെ പത്തായത്തിൻ്റെ ഉള്ളിൽ പത്തായത്തിനുള്ളിൽ കയറി സൈഡിൽ ഒരു വലിയ പത്തായാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു എലിക്ക് കയറാനുള്ള സ്ഥലമുള്ളൂ. അത്രയും ചെറിയൊരു കുട്ടിയാണ്, ഒരു എലീൻ്റെ അത്ര വലിപ്പമുണ്ടാവുള്ളൂ, അത്ര ചെറിയൊരു പെൺകുട്ടിയാണ്. എനിക്ക് കയറാൻ പറ്റുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതെങ്ങനെ? ആ സീനുകളിലൊക്കെ എൻ്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും അയാൾ വരുന്നുണ്ടായിരുന്നു. അത് വന്നിട്ട് അവസാനം ഈ പത്തായത്തിനകത്ത് കയറുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ക്ലോസ്ഡ് ആയി പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു ഡോറ് തുറന്ന് നിങ്ങൾ ഓടിയിരുന്നെങ്കിൽ. ഞാൻ LKG UKG മറ്റോ ആണ്. അത്രയും ചെറുതായിരുന്നു. അത്രയും ചെറുതാണ്. പക്ഷെ നിങ്ങൾ ശക്തി എടുത്ത് തള്ളി മാറ്റി രക്ഷപ്പെടാൻ. ചെറിയ മീനൊക്കെ നമ്മൾ പിടിക്കാൻ നോക്കിയാൽ അത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് വരുതി പോകുന്നത്, അത്രേ ഉള്ളൂ. അത് ഭയങ്കര ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എനിക്കത് പറയാനൊന്നും. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്രയും പ്രിയപ്പെട്ട അമ്മയോട്, അച്ഛനോട് എനിക്ക് ജീവിതത്തിൽ അത് പറയാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര എന്താ പറയുക, ഒരു ആൺകുട്ടീൻ്റെ കൂടെ ബൈക്ക് പോയാൽ നീ എന്തിനാ ആ ചെക്കൻ്റെ കൂടെ ബൈക്ക് പോയെന്ന് ചോദിക്കുന്ന ടീംസാണ് എൻ്റെ അച്ഛൻ. അമ്മക്കത് പ്രശ്നമില്ല. അമ്മ ഫോൺ ചെയ്യാതെ വല്ല ചെക്കന്മാരെയും കൂടെ ബൈക്കിലൊക്കെ താങ്ങി വരികയാണെന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ ഇവിടെ ഒന്ന് വന്ന് ഇറങ്ങണ്ട കേട്ടോ, അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. കാരണം അമ്മ നഗരത്തിൽ പഠിച്ച ആളാണ്. അച്ഛൻ അങ്ങനെ ഒരു അമ്മയോട് പോലും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് എത്രത്തോളം അടുപ്പം കൊടുത്താലാണ്. പക്ഷെ എൻ്റെ മകൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ എന്നോട് പറയും. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഐ എം നോട്ട് എ ഗുഡ് മദർ. ഇപ്പോൾ ഈ 2 കുട്ടികളോട് ചോദിച്ചാൽ നല്ല പക്ഷെ എൻ്റെ മകനോ മകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ അവർക്കൊരിതുണ്ടെങ്കിൽ അവൻ എന്നോട് പറയും. എൻ്റെ മകൻ എന്നോട് എന്തായാലും പറയും. പാരൻറ്റിങ്ങിൽ അങ്ങനത്തെ ഒരു പൊസിഷൻ കൂടി ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഇടം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അച്ഛനും അമ്മയും ആയിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട്സ്. ദ ബെസ്റ്റ്. സുഹൃത്തിനോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അച്ഛനോടും അമ്മയോടും പലപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഐ എം ഷുവർ എൻ്റെ മകൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. ഐ എം നോട്ട് എ ഗുഡ് മദർ, ബട്ട് ഐ എം എ ബെസ്റ്റ് ഫ്രണ്ട്. നല്ല അടിപൊളി ചങ്ക് ഫ്രണ്ടാണ് ഞാൻ. അത് മതി. അമ്മ എന്നൊക്കെയുള്ള ഫീലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അമ്മ എന്ന് ആദ്യമായി എൻ്റെ മോള് വിളിക്കുന്നത് അതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും കമ്മ കമ്മ എന്നെങ്ങാനും വിളിച്ച തലേന്ന് എന്നെ 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 അങ്ങനെയാണ് എൻ്റെ കുട്ടി. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 79 തവണയാണ് രാവിലെ 5 മണിക്ക് ട്രെയിൻ കയറി ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പോഴും എൻ്റെ മോൻ വിളിച്ചിരിക്കണേ. സാറേ ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയാണ്, ഗേൾ ഫ്രണ്ട് അല്ല, ഇങ്ങനെ വിളിക്കണ്ട അങ്ങനെ പറയുന്നത്. പക്ഷെ അതൊരു പുരുഷന്റെ ഒരു സൗകര്യവും കൂടിയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ അത്രയും അറ്റാച്ച്ഡ് അല്ല, ഇല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിലല്ല എന്ന് പറയുന്ന ഒരു ധാരണ, ഒരു മിഥ്യാധാരണ സമൂഹം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് പെണ്ണുങ്ങളുടെ ഒരു പാർട്ടാണ് മക്കളെന്ന് പറയുന്നത്. അതിനാണല്ലോ ജെൻഡർ എന്ന് നമ്മൾ പറയാം. അപ്പം നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ എന്ന് വെച്ചാൽ, സെക്സ് ഇസ് യൂണിവേഴ്സൽ. നമുക്ക് ആൺ പെൺ ട്രാൻസ്ജെൻഡർ, ഇപ്പോഴാണ് ആ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു ഫോം, അല്ലെങ്കിൽ ഇൻ്റർസെക്സ് എന്ന് പറയുന്ന. അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി അത് നമുക്ക് ഭൂലോകത്തെ ഏത് സമൂഹത്തിലും ഏത് സൊസൈറ്റിയിലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൺസെപ്റ്റാണ്. ബൊമ്മ കൊണ്ട് കളിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ആരെ ഓർമ്മ വരുന്നത്? പെൺകുട്ടീനല്ലേ. അതാണ് ദാറ്റ് ഇസ് എ ജെൻഡർ. ഞാൻ എൻ്റെ ഭയങ്കര ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഞാൻ തന്നെ ഇടയ്ക്ക് എൻ്റെ മോൻ കരഞ്ഞപ്പോൾ ഒരു ചോദിച്ച്, അശ്ശേ നീ എന്താ ഈ ആൺകുട്ടിയായിട്ട് നിന്ന് കരയുന്നത്? ദാറ്റ്സ് എ ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റ്. ആൺകുട്ടിക്ക് എന്താ കരഞ്ഞൂടെ, പെൺകുട്ടിക്ക് എന്താ മരം കയറിക്കൂടെ?
അത് സമൂഹത്തിൽ നിന്നും വ്യത്യാസമാവുന്നു. അതേപോലെയാണ് പാലൂട്ടുക എന്നുള്ളത് സെക്സാണ്, കാരണം അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. പ്രസവിക്കുക എന്നുള്ളത് സെക്സാണ്, അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക, അപ്പിത്തുണി മാറ്റുക, കുഞ്ഞിനെ ഉറക്കുക, കുഞ്ഞിനെ എടുത്തു നടക്കുക, ഇത് അമ്മയ്ക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നല്ല. അമ്മയ്ക്കാണ് അത് കൂടുതലായിട്ട് കഴിയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജെൻഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അച്ഛനും കൂടി അത് സാധിക്കും. ഈ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ തീവ്രമാണെന്ന് തോന്നുന്ന രീതിയിൽ ഇന്ദു പറയാറുണ്ട്, ആണുങ്ങളുടെ ഷേക്ക് ഹാൻഡിലും ഞാൻ കാമം കാണുന്നുണ്ടെന്ന് പറയാം. എല്ലാവരുടെയും ഒന്നും പറഞ്ഞില്ലേ. ഇനി പണ്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ആണുങ്ങളെക്കുറിച്ചും പെണ്ണുങ്ങളെക്കുറിച്ചും ഇത്രയും നല്ല ബന്ധത്തെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചെറുപ്പത്തിൽ ഞാൻ ആണുങ്ങളൊക്കെ തെണ്ടികളാണെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കട്ട് ചെയ്ത് ആണുങ്ങൾ തെണ്ടികൾ 2 ലക്ഷം കമൻറ്റ്. മിനിയാതും കൂടി ഒരു ഉസ്താദ് എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഫുള്ള് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. 6 മണി കഴിഞ്ഞാൽ കണ്ണുകൾ വേറെ രീതിയിലാവുന്ന മനുഷ്യരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എത്ര മണി കഴിഞ്ഞാലും എത്ര ആൾക്കൂട്ടം ഇല്ലെങ്കിലും ആരും ഇല്ലെങ്കിലും കണ്ണുകളിൽ സ്നേഹവും സൗഹൃദവും ഉള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ആൺവിരോധിയൊന്നും അല്ലേ. എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും എന്ന പുസ്തകത്തിൽ ഒരുപാട് കാമുകന്മാരെ തെരഞ്ഞു. ഒരുപാടൊന്നുമില്ല, 2 ഞങ്ങൾ തിരഞ്ഞു. കാരണം എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും എന്ന് പറയുമ്പോൾ നമ്മൾ തേടുന്നത് കുറേ കാമുകന്മാരെയാണ്. പക്ഷെ അതിനകത്ത് പലതരത്തിലുള്ള ബന്ധങ്ങളാണ്. തേഞ്ഞ ജീവിതമാണ്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഭയങ്കര സങ്കീർണമായ മനോനിലയുള്ളൊരു മനുഷ്യനാണ്. കുറച്ച് ഭ്രാന്തുണ്ട് എനിക്ക് എപ്പോഴും ഫീൽ ഉണ്ട്, ഒരു ഉന്മാദം. അത് എഴുത്തിൻ്റെ ഉന്മാദം അല്ലാതെ നോർമൽ തന്നെ ഉണ്ട് ഭ്രാന്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മാവൻ സ്കിസോഫ്രീനിയാക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ചെറുപ്പത്തിൽ ഞാൻ കവിത എഴുതുമ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ എൻ്റെ അമ്മ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട്, ഏട്ടാ നമ്മളെ കുട്ടി കവിത എഴുതുന്നുണ്ട് എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞ്, സത്യം ഒരാൾ കവിത എഴുതുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് തലക്കസുഖമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എൻ്റെ അമ്മ ഒരു ഞാൻ പറയില്ല, വളരെ പഠിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജോലി നേടുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ഇതാക്കിയിട്ടുള്ള കലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ചാക്രൈസിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്ത ആളാണ്, കലാകാരനായ എൻ്റെ അച്ഛന്. ഞാനും കലയിൽ ഉണ്ട്, തവളച്ചാട്ടത്തിനും ചാക്രൈസിനും. അങ്ങനെയുള്ള അമ്മയുടെ സഹോദരൻ ഭ്രാന്ത് വന്നപ്പോൾ കവിത എഴുതാൻ തുടങ്ങി. അപ്പം അമ്മ കരുതിയത് എൻ്റെ കുട്ടി കവിത എഴുതുന്നത് അതുകൊണ്ടാണെന്നാണ്. പിന്നെ 3 വയസ്സ് മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. ചെറുപ്പത്തിൽ അപസ്മാരുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഡിപ്രഷൻ അടിക്കുന്നുണ്ട്. ബ്രെയിൻ ഇസ് സോ കോംപ്ലിക്കേറ്റഡ് ആൻഡ് വിയേർഡ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും. അപ്പം അതൊരു ഒരു 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 മനുഷ്യൻ്റെ ഒരു സങ്കീർണത ഉണ്ടല്ലോ, അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. സാധാരണമായി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സമാധാനമായിട്ട് സാധാരണമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. പാട്ടുകാരനായാൽ മതിയായിരുന്നു, എന്നാൽ ഇത്ര പ്രശ്നമില്ല. അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. പണ്ട് ഞാനും പാടുമായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് മതി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാനിട്ട ഉടുപ്പുകൾ, ഞാനിപ്പോൾ ഇട്ട മാലയടക്കം എൻ്റെ അച്ഛൻ പാടിയിട്ട് കിട്ടിയ ഇതാണ്. എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സംഗീതമാണ്. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സംഗീതമാണ്. ഞാൻ ജീവിക്കുന്ന വീട്, ഞാൻ ജീവിക്കുന്ന എൻ്റെ എന്തെങ്കിലും ലാൻഡ് ഓൺ പ്രോപ്പർട്ടി ഉണ്ട്. അച്ഛൻ എല്ലാം നാടകം കഴിച്ച് തീർത്തതുകൊണ്ട് അച്ഛൻ പാടിയതല്ലാതെ നമുക്ക്. അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ ഒരു പാട്ട് കേട്ടില്ലേ, സംഗീത് ഹേ ദേഹ പ്രാണ്, സംഗീത് ഹേ ആത്മ എന്ന് പറയുന്ന മാരത്തെ അവസ്ഥയാണ്. അതിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. ഞാൻ ഭയങ്കര ഗായികയായിട്ടുള്ളതല്ല, സംഗീതമാണ് ഉടലിലും മനസ്സിലും ഒക്കെ ഉള്ളത്. അപ്പം അത് എൻ്റെ ആയ ഒരു സാധനത്തിന് എനിക്കിനി വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എഴുത്ത് സ്വീകരിക്കുന്നു. എഴുത്ത് സംഗീതം പോലെ ആവണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. സംഗീതത്തിൻ്റെ കൾച്ചറും എഴുത്തിൻ്റെ കൾച്ചറും ഭയങ്കര വ്യത്യാസമുണ്ട്. സംഗീതത്തിൽ ഗുരു കൾട്ട് വളരെ പ്രധാനമാണ്. സംഗീതത്തിൽ നിങ്ങൾ ഒരാളെ കണ്ടാൽ എൻ്റെ അച്ഛൻ തൊഴണം എന്ന് പറയും, കാല് തൊട്ട് തൊഴണം എന്ന് പറയും. മുന്നിൽ പോകുന്നവൻ്റെ തലയറുത്താൽ മാത്രമേ നിൻ്റെ തല കാണുകയുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് എഴുത്തിൻ്റെ പോളിസി. എഴുത്തിൽ എത്രത്തോളം പാരസ്പര്യവും ബഹുമാനവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ലൈഫിൽ മനുഷ്യരോട് ഏറ്റവും ആദരപൂർവ്വം പെരുമാറാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതെൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്ന സാധനമാണ്. നിങ്ങൾ എഴുത്തുകാരനോ നിങ്ങൾ പാട്ടുകാരനോ നിങ്ങൾ ഇനിയിപ്പോൾ എന്താണ് ഇന്ത്യൻ പ്രസിഡൻറ്റോ ആരോ ആയിക്കൊള്ളട്ടെ, അതൊന്നും തന്നെ മറ്റു മനുഷ്യനോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി പെരുമാറാനുള്ള ലൈസൻസ് അല്ല. അത് ആ ഒരു ചിന്ത വരുന്നത് അത് സംഗീതത്തിൻ്റെ കൾട്ടിലുള്ളതാണ്.
സംഗീതക്കാരെ കണ്ടിട്ടില്ല, അവർക്ക് ഭയങ്കര ഗുരുവാണ്. അപ്പോൾ ഗുരു പറഞ്ഞാൽ അവർക്ക് ഗുരുവിനെ തൊഴും, കാൽ തൊട്ട് തൊഴും, അവർ ഗുരുവിന് ദക്ഷിണ വയ്ക്കും, പണം നൽകും, മുണ്ട് കൊടുക്കും. ഇതൊക്കെ ഒരു ദാറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. എഴുത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇവനാണ് എൻ്റെ ഗുരു, എന്നാൽ ഇവൻ്റെ തലക്കൊരു കുത്തു കൊടുക്കാം. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഏറ്റവും ബ്രൂട്ട് ഈയും കുഞ്ഞുമോനെ എന്നെ കുത്തിയെന്നുള്ള ഒരു. ഈ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദു കുറച്ച് അനുഭവിക്കുന്നതിൽ ഒരു കാര്യം ഇന്ദു തിരിച്ചും അനുഭവിക്കും. കാരണം ഭർത്താവ് വെടിയെന്ന് വിളിക്കും പോലെ ഒരു അനുഭവം, അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് വലിയൊരു അനുഭവം ഉണ്ടാകും. എല്ലാ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും, എല്ലാ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുമായിട്ടുള്ള സംഭാഷണത്തിലും മൊത്തം എടുത്തു നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഭാര്യേനെ മോശമായിട്ട് വെർബലായിട്ട് അബ്യൂസ് ചെയ്ത ഒരിത് ഏത് വലിയ മഹാനുണ്ട് എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ കുറച്ച് കുട്ടിയെന്നു, അതുകൊണ്ടാണ് അതൊക്കെ എനിക്ക് ഇപ്പോൾ ഒക്കെ എന്നെ വിളിച്ചാൽ അതാണോ വിളിച്ചത്, അന്ന് നീ തന്നെടാന്ന് പറയാനുള്ള അന്ന് അതെനിക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതങ്ങനെ നമ്മൾ എത്രത്തോളം നിർമ്മലമായിരിക്കുന്നോ, എത്രത്തോളം നിഷ്കളങ്കമായിരിക്കുന്നോ, അത്രത്തോളം ഈ ലോകത്തിൻ്റെ പിന്നെ കാലുഷ്യങ്ങളിലേക്കും പാരുഷ്യങ്ങളിലേക്കും ഇറങ്ങാതിരിക്കുന്നോ അത്രത്തോളം നമുക്ക് മുറിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പുതിയ ചെരുപ്പിടില്ലേ, പുതിയ ചെരുപ്പ് ആദ്യം ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരഞ്ഞ് പൊട്ടൂലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഭയങ്കര ഹാർഡായിട്ട് നീ എന്ത് ചെരുപ്പ് വാടാ നമുക്കിടാന്നുള്ള ഒരു അതുപോലെ നമ്മൾ പരുവപ്പെടും. പുറത്തിറങ്ങി ഇത് കണ്ട് അയ്യോ പാവം അയാൾ ആകെ ഒരു തവണയല്ലേ വിളിച്ചിട്ടുള്ളൂ, അത് പോട്ടെ, മൂപ്പരൊരു പാവം മനുഷ്യനാണ്, വളരെ നല്ലൊരുത്തനാണ്. ദാമ്പത്യം ശരിയായോന്ന് വെച്ചാൽ ചിലപ്പോൾ ആയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. പക്ഷെ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ ഭയങ്കര കൈൻഡായിട്ടുള്ള ആളാണ്. ആർക്കും എന്തും കൊടുക്കും ആൾ, എന്തും കൊടുക്കും. ഇനിയിപ്പം ഞാൻ കൊടുത്താലും ഒന്നും പറയൂല. ചിലപ്പോൾ പൈസയൊക്കെ കടം ചോദിച്ചാൽ പറയും നീ നിൻ്റെ മാല എന്തോ ബാങ്കിൽ വെച്ചിട്ട് കൊടുത്തോ, ഞാൻ പിന്നെ എടുത്തു തരാമെന്ന് പറയും. അങ്ങനെയൊക്കെ മനുഷ്യരോട് അലിവുള്ളൊരു മനുഷ്യനാണ്.